കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ മെമ്പർ സെക്രട്ടറിയായി ഡോക്ടർ ആബിദ ഫാറൂഖിയെ സംസ്ഥാന സർക്കാർ നിയമിച്ചു. കൗൺസിലിന്റെ ചരിത്രത്തിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയെന്ന നേട്ടവും ഇതോടെ അവർ സ്വന്തമാക്കി. നിലവിൽ കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രിൻസിപ്പൽ ഇൻ ചാർജ് ആയും ബിരുദാനന്തര ബിരുദ ഗവേഷണ വിഭാഗം ഇംഗ്ലീഷ് വകുപ്പ് മേധാവിയായും സേവനമനുഷ്ഠിച്ചുവരികയായിരുന്നു. കേരളത്തിലെ സർവകലാശാലകൾ, സ്വയംഭരണ കോളേജുകൾ, സർക്കാർ എയ്ഡഡ് കോളേജുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയെ ഏകോപിപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ നയങ്ങൾ രൂപപ്പെടുത്തുകയും നടപ്പാക്കുകയും ചെയ്യുന്ന നിർണായക ചുമതലയാണ് മെമ്പർ സെക്രട്ടറിയുടേത്. 2007-ൽ രൂപീകൃതമായ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സംസ്ഥാന സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ നയങ്ങൾക്ക് ഉപദേശം നൽകുന്ന പരമോന്നത അക്കാദമിക സ്ഥാപനമാണ്. അധ്യാപിക, വിദ്യാഭ്യാസ ചിന്തക, അക്കാദമിക ഭരണനേതാവ് എന്നീ നിലകളിൽ ശ്രദ്ധേയയായ ഡോക്ടർ ആബിദ ഫാറൂഖി നിരവധി പുസ്തകങ്ങളും ഗവേഷണ ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. ദേശീയ, അന്തർദേശീയ സെമിനാറുകളിലും സമ്മേളനങ്ങളിലുമുള്ള സജീവ സാന്നിധ്യമായ അവർക്ക് കീഴിൽ നിരവധി ഗവേഷകർ പഠനം നടത്തിവരികയാണ്. 2013 മുതൽ 2016 വരെ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി പ്രവർത്തിച്ച അവർ സർവകലാശാലയുടെ അക്കാദമിക ഭരണപരമായ നിരവധി സുപ്രധാന തീരുമാനങ്ങളിൽ പങ്കാളിയായി. നിലവിൽ സർവകലാശാല സെനറ്റ് അംഗമാണ്. ഇംഗ്ലീഷ് പഠന ബോർഡ് അധ്യക്ഷ, വിവിധ അക്കാദമിക സമിതികളിലെ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ച അവർ പാഠ്യപദ്ധതി പരിഷ്കരണം, അക്കാദമിക നിലവാരവർധന, ഗുണനിലവാര ഉറപ്പാക്കൽ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അബുദാബിയിലായിരുന്നു ഡോക്ടർ ആബിദ ഫാറൂഖിയുടെ സ്കൂൾ വിദ്യാഭ്യാസം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തുടർന്ന് അരീക്കോട് സുല്ലമുസ്ലാം സയൻസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും സർവകലാശാല റാങ്കോടെ പൂർത്തിയാക്കി. പിന്നീട് എംഫിൽ ബിരുദത്തിൽ സ്വർണ്ണമെഡൽ നേടി അക്കാദമിക മികവ് വീണ്ടും തെളിയിച്ചു. മുസ്ലിം ലീഗ് അധ്യാപക സംഘടനയായ CKCT-യുടെ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായിരുന്നു. ഗവൺമെന്റ് കോളേജ് അധ്യാപക മണ്ഡലത്തിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതയും അവർക്ക് സ്വന്തമാണ്. വിദ്യാഭ്യാസ പാരമ്പര്യവും സാമൂഹിക പ്രതിബദ്ധതയും നിറഞ്ഞ കുടുംബത്തിലാണ് ഡോക്ടർ ആബിദ ഫാറൂഖി വളർന്നത്. നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീറാണ് ഭർത്താവ്. UAE KMCC നേതാവ് അബ്ദുല്ല ഫാറൂഖിയുടെയും മുൻ മുസ്ലിം ലീഗ് നേതാവും സാമൂഹിക പ്രവർത്തകനുമായ അരീക്കോട് NV അബ്ദുസ്സലാം മൗലവിയുടെ മകൾ NV ഫാത്തിമ ടീച്ചറുടെയും മകളാണ്. കാലിക്കറ്റ് സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം NV അബ്ദുറഹിമാൻ അമ്മാവനാണ്. അക്കാദമിക മികവും ഭരണപാടവവും ദീർഘദർശനവും സമന്വയിപ്പിക്കുന്ന കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ അച്യുത് ശങ്കറിന്റെയും മെമ്പർ സെക്രട്ടറി ഡോക്ടർ ആബിദ ഫാറൂഖിയുടെയും നേതൃത്വത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ദിശാബോധവും ഊർജ്ജവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉന്നത വിദ്യാഭ്യാസ ലോകം.